നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ? ഇത് ചോദിക്കുമ്പോൾ പലതരത്തിലുള്ള മറുപടികളായിരിക്കും ഉണ്ടാകുക, എനിക്കറിയാം. കുറച്ചു പേരെങ്കിലും പറയും ഇല്ല എന്ന് പറയും. കാരണം ഈ സ്വയം സ്നേഹം എന്ന് പറയുന്നത്, അവനവനെ തന്നെ സ്നേഹിക്കുക എന്ന് പറയുന്നത് എന്തോ ഒരു വലിയ പാതകമാണ്, എന്തോ വലിയ പാപമാണ് എന്നൊക്കെ വിചാരിക്കുന്ന കുറെ ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ അവരുടെ മറുപടി നമുക്ക് പ്രതീക്ഷിക്കാം, അവർ പോട്ടെ. ഇനി ബാക്കിയുള്ളവരുടെ കാര്യം എടുക്കാം. നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നു എന്നുറപ്പുള്ള ആളുകൾ, അവരോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ നിങ്ങളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്? ഒരു പൊട്ടോളം മാത്രം സ്നേഹിക്കുന്നുള്ളൂ? അല്ലെങ്കിൽ ഭൂമിയോളം സ്നേഹിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ആകാശത്തോളം? ഇനി ഒരു പൊട്ടോളം മാത്രം സ്നേഹിക്കുന്നവരെ ഒഴിവാക്കാം, ഭൂമിയോളം സ്നേഹിക്കുന്നവരെ ഒഴിവാക്കാം. ആകാശത്തോളം സ്നേഹിക്കുന്നു എന്ന് അവകാശവാദം ഉന്നയിക്കുന്ന ആളുകളെ, അവരോട് ഞാൻ ചോദിക്കുകയാണ്, ശരി, നിങ്ങൾ ആകാശത്തോളം നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നു, നല്ല കാര്യം. എത്ര കാലം നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കും ആകാശത്തോളം? ഒരു 10 വർഷം? ഒരു 20 വർഷം? അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മധ്യവയസ്സ് വരുന്നവര്? അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു വളരെ ചെറിയ മാർക്ക് തരുള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾ മധ്യവയസ്സ് വരെ നിങ്ങൾ സ്നേഹിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇനി അങ്ങനെ പറഞ്ഞാൽ പോലും ചെറിയ മാർക്ക് തരുള്ളൂ. കാരണം മധ്യവയസ്സ് വരെ എല്ലാവരും എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുന്നുണ്ടാവും, തൊഴിൽ ചെയ്യുന്നുണ്ടാവും, ബിസിനസ് ചെയ്യുന്നുണ്ടാവും, എന്തെങ്കിലുമൊക്കെ വരുമാനം ഉണ്ടാവും. പിന്നെ ഇപ്പോൾ അവനവനെ തന്നെ സ്നേഹിക്കാൻ വല്ല പ്രയാസമുണ്ടോ? അപ്പം ഇനി അത് പോട്ടെ. നിങ്ങൾ നിങ്ങളുടെ അവസാന ശ്വാസം ശരീരത്തിൽ നിന്ന് വിട്ടുപോകുന്നവരെ, നിങ്ങളുടെ മരണം വരെ നിങ്ങൾക്ക് നിങ്ങളെ സ്നേഹിക്കാൻ കഴിയൂ? അങ്ങനെ ഉറപ്പുള്ളവരുണ്ടെങ്കിൽ ഞാൻ അവരെ വെല്ലുവിളിക്കുകയാണ്. അങ്ങനെ സ്നേഹിക്കുന്നു എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ഞാൻ ചോദ്യങ്ങളുണ്ട്. നിങ്ങൾ മരണം വരെ നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, അവസാന ശ്വാസം വരെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് നിങ്ങൾ കഴിയുന്ന ആ അവസ്ഥയേക്കാൾ 10 മടങ്ങ് മെച്ചപ്പെട്ട അവസ്ഥയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അവസാന ശ്വാസം വരെ കഴിയാൻ വേണ്ട ഒരു ലിക്വിഡ് ക്യാഷ് നിങ്ങൾ സമാഹരിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അത് പ്രതിമാസമോ അല്ലെങ്കിൽ പ്രതിവർഷമോ കിട്ടുന്ന തരത്തിലുള്ള ഒരു സംവിധാനം നിങ്ങൾ ഏർപ്പാടാക്കിയിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് 100% മാർക്ക് തരും. വേണമെങ്കിൽ ഞാൻ സർട്ടിഫിക്കറ്റും തരാം. കാരണം സ്നേഹം എന്ന് പറയുന്നത് അത് കരുതലാണ്. സ്നേഹം എന്ന് പറയുന്നത് അത് സംരക്ഷണമാണ്. അപ്പൊ ഇന്നത്തെ കാലത്ത് പണമില്ലാതെ സ്നേഹിക്കാൻ പറ്റുമോ? പണമില്ലാതെ ഒരാളെ കരുതാൻ കഴിയുമോ? കാരണം ഇന്ന് നമ്മൾ ശ്വസിക്കുന്ന വായു അല്ലാതെ എന്തെങ്കിലും ഒരു സാധനം പണം കൊടുക്കാതെ നമുക്ക് വാങ്ങാൻ കഴിയുമോ? അപ്പൊ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കരുതുന്നുണ്ടെങ്കിൽ ആ സ്നേഹിക്കുന്ന ആരെയാണോ സ്നേഹിക്കുന്ന ആ ആളുടെ എല്ലാ ആവശ്യങ്ങളും നമുക്ക് നിറവേറ്റി കൊടുക്കാൻ കഴിയണം. അത് നിങ്ങൾ തന്നെ ആണെങ്കിലും. അപ്പൊ സ്വാഭാവികമായിട്ട് പണം വേണം, അതിന് ലിക്വിഡ് ക്യാഷ് തന്നെ വേണം. നിങ്ങൾ സ്ഥാവര ജംഗമ വസ്തുക്കളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരു കാര്യമില്ല. കാരണം ഞാൻ അത് മൈൻഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് സ്വത്തുണ്ടാവും, ബംഗ്ലാവ് ഉണ്ടാവും, എസ്റ്റേറ്റ് ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. പക്ഷേ നിങ്ങൾക്കൊരു ആവശ്യം വരുന്ന നേരത്ത് ഈ സാധനമൊക്കെ വിറ്റിട്ട് പെട്ടെന്ന് പണം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമൊന്നുമല്ല. ചിലപ്പോൾ ലോട്ടറി പോലെ പെട്ടെന്ന് ഒരു വിൽപ്പന നടന്നെന്ന് വരാം. പക്ഷേ പലപ്പോഴും കസ്റ്റമേഴ്സിന് കൃത്യം കിട്ടില്ല, അത്രയും വലിയ വോള്യൂമുള്ള ആൾക്കാർ കിട്ടിയെന്ന് വരില്ല. പിന്നെ മാത്രമല്ല, ആ സമയത്ത് ചിലപ്പോൾ ഭൂമിക്ക് വില കുറവായിരിക്കും, അല്ലെങ്കിൽ വരുന്ന ഒരു വളരെ കുറഞ്ഞ വിലയായിരിക്കും അതിന് കാണുക. സ്വാഭാവികമായിട്ടും ആ വിൽപ്പന നീണ്ടുപോയെന്ന് വരാം. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മരണം വരെ, അവസാന ശ്വാസം നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് യാത്ര പറയുന്ന ആ നിമിഷം വരെ നിങ്ങളെ അടിപൊളിയായിട്ട് സ്നേഹിക്കാൻ പറ്റുമെങ്കിൽ, നിങ്ങളെ അടിപൊളിയായിട്ട് സംരക്ഷിക്കാൻ പറ്റുമെങ്കിൽ,
കരുതാൻ കഴിയുമെങ്കിൽ എങ്കിൽ നിങ്ങൾ സൂപ്പറാണ്. നിങ്ങൾ ഒരു വലിയ വലിയ ഒരു മനുഷ്യനാണ്. ഞാൻ നിങ്ങളെ അംഗീകരിക്കുന്നു. നിങ്ങൾക്ക് 100% മാർക്ക് തരുന്നു. നിങ്ങൾക്ക് എൻ്റെ സർട്ടിഫിക്കറ്റ് കൂടി ഞാൻ തരാം.